Hello everyone, welcome to High Top Education. I am Nandana. I am dealing with plus 2 NIOS Mathematics. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നമ്മൾ ഡിസ്കസ് ചെയ്ത മെട്രിക്സും ഡിറ്റർമിനൻസ് എന്ന ലെസൺസിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ എന്നുള്ള ഒരു ലെസൺ ആണ്. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ടും കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ പഠിച്ചു തന്നെയാണ് നമ്മൾ പറയുന്നത്. അതിന്റെ കുറച്ച് കൂടുതൽ കുറച്ചും കൂടി കാര്യങ്ങൾ കൂടി പഠിക്കുന്നുണ്ട്. ഇപ്പൊ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ആണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. എങ്ങനെയാണ് ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണുകയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമേ ഡിറ്റർമിനന്റ് ഉള്ളൂ എന്നും ആ സ്ക്വയർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ കാണാം, നമ്മൾ 2x2ന്റെയും 3x3ന്റെയും നമ്മൾ പറഞ്ഞതാണ്. ഇനി അതിലൊരു കാര്യം കൂടി പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ചാപ്റ്ററിൽ അഡീഷണൽ ആയിട്ട് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണുമ്പോൾ അത് ഈക്വൽ ടു 0 ആണ് കിട്ടിയെങ്കിൽ ആ മെട്രിക്സിന് നമ്മൾ സിംഗുലാർ മെട്രിക്സും, അത് നോട്ട് ഈക്വൽ ടു 0 ആണ് കിട്ടിയെങ്കിൽ ആ മെട്രിക്സിന് നമ്മൾ നോൺ സിംഗുലാർ മെട്രിക്സ് എന്നാണ് വിളിക്കുന്നത്. എളുപ്പമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടു കഴിഞ്ഞാൽ അത് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് സിംഗുലാർ മെട്രിക്സ് ആയിരിക്കും, നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് നോൺ സിംഗുലാർ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാം. നിങ്ങൾക്കൊരു മെട്രിക്സ് ഉണ്ട്, A ഈക്വൽ ടു -6 -3 4 2. ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണണം. ഡിറ്റർമിനന്റ് കാണണം എന്നല്ല, ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിംഗുലർ ആണോ നോൺ സിംഗുലർ ആണോ എന്നാണ് ചോദിക്കുന്നത്. സിംഗുലർ ആവണമെങ്കിൽ എന്താവണം, ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടു കഴിഞ്ഞാൽ 0 കിട്ടണം. ഡിറ്റർമിനന്റ് 0 അല്ലെങ്കിൽ അവർ നോൺ സിംഗുലർ ആണ്. അപ്പൊ നമുക്ക് ഡിറ്റർമിനന്റ് കാണാം. ഡിറ്റർമിനന്റ് കാണുമ്പോഴെങ്ങനെയാണ് നമുക്കറിയാം, ക്രോസ് കറോ സബ്സ്ട്രാക്ട് കറോ, ക്രോസ് എലമെന്റ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അത് തമ്മിൽ എന്ത് ചെയ്യുക, നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പൊ -6 × 2 നമുക്കറിയാം -12 ആണ്, -3 × 4 -12 ആണ്. അപ്പൊ രണ്ടും കൂടിയിട്ട് എന്തായി, -12 + 12 ആയി ഈക്വൽ ടു 0. ഓക്കെ, ഈക്വൽ ടു 0. അതായത് ഇവിടെ എന്ത് കിട്ടി, നമുക്ക് ഡിറ്റർമിനന്റ് A കണ്ടപ്പോ നമുക്ക് ഈക്വൽ ടു 0 ആണ് കിട്ടിയത്. അതിന്റെ അർത്ഥം എന്താണ്, ഇവര് എന്ത് മെട്രിക്സ് ആണ്, ഇവര് സിംഗുലാർ മെട്രിക്സ് ആണ്. ഇവര് സിംഗുലാർ മെട്രിക്സ് ആണ്. ഓക്കെ, ഇവരെന്ത് മെട്രിക്സ് ആണ്, സിംഗുലാർ മെട്രിക്സ് ആണ്. കാരണം എന്താ, നമുക്ക് ഡിറ്റർമിനന്റ് A കണ്ടപ്പോ ഈക്വൽ ടു 0 കിട്ടിയത് കൊണ്ട് ഇവരെന്ത് മെട്രിക്സ് ആണ്, സിംഗുലാർ മെട്രിക്സ് ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. A ഈക്വൽ ടു, നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് 1 2 3 0 1 2 1 1 4 1. ഇത് സിംഗുലർ ആണോ നോൺ സിംഗുലർ ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം, നമുക്കറിയാം. ആദ്യം ഫസ്റ്റ് എലമെന്റ് എടുത്തു, അതിന്റെ റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ 1 × 1 1 -2 × 4 8. ഓക്കെ, -2 അതിന്റെ റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ 0 × 1 0 -2 × 1 2 പ്ലസ് അടുത്തത് ലാസ്റ്റ് 1 3, അതിന്റെ റോയും കോളും ഒഴിവാക്കിയാൽ 0 × 4 0 -1 × 1 1. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 1 × 1 - 8 എന്ന് പറയുന്നത് എന്താണ്, -7 ആണ്, -2 × 0 -2 എന്ന് പറഞ്ഞാൽ -2 ആണ്, പ്ലസ് 3 × 0 - 1 എന്ന് പറഞ്ഞാൽ -1 ആണ്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി നമുക്ക്, ഈക്വൽ ടു 1 × -7 എന്ത് തന്നെയാണ്, -7 ആണ്, -2 × -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 ആണ്. അപ്പൊ നമുക്ക് എന്ത്, +4 -3 × -1 മൈനസ്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി, -7 + 4 എന്ന് പറഞ്ഞാൽ -3 ആണ്, -3 അല്ലെ, ഈക്വൽ ടു -3 പ്ലസ് -3 ഈക്വൽ ടു ഇത് കിട്ടി, -3 + -3 -6. അതായത് എന്താ, നമുക്ക് ഡിറ്റർമിനന്റ് A ഈസ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതിന്റെ അർത്ഥം ഇവരെന്താണ്, നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. ഇവര് നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് സിംഗുലർ മെട്രിക്സ് നോൺ സിംഗുലർ മെട്രിക്സ് കണ്ടുപിടിക്കാന്ന് മനസ്സിലായല്ലോ. എന്ത് ചെയ്താൽ മതി, ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ മതി. ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് സിംഗുലർ ആണ്, നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് നോൺ സിംഗുലർ ആണ്. ഈ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് ഓഫ് ദ എലമെന്റ്സ് ഇൻ സ്ക്വയർ മെട്രിക്സ് ആണ്. അതായത് ഒരു സ്ക്വയർ മെട്രിക്സിന്റെ എല്ലാ എലമെന്റ്സിന്റെ മൈനേഴ്സും കോഫാക്ടേഴ്സും നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഫോർ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഒന്നും കൂടി പറയാം, കാരണം ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇത് ആവശ്യമുണ്ട് നമുക്ക് ബാക്കിയിൽ. നമുക്ക് ഒരു മെട്രിക്സ് തരാണ്, A ഈക്വൽ ടു എന്താണ്, -1 3 6 2 5 -2 4 1. ഇതിന്റെ മൈനറും കോഫാക്ടറും കാണും. അപ്പൊ നമുക്കറിയാം എത്ര എലമെന്റ്സ് ഉണ്ടോ ഒരു മെട്രിക്സിൽ അത്രയും മൈനേഴ്സും കോഫാക്ടേഴ്സും ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും, M11 ഉണ്ടായിരിക്കും, M12 ഉണ്ടായിരിക്കും,
M13 ഉണ്ടായിരിക്കും. അതേപോലെ M21 ഉണ്ടായിരിക്കും. M22 ഉണ്ടായിരിക്കും. അതേപോലെ M23 ഉണ്ടായിരിക്കും. പിന്നെ M31 ഉണ്ടായിരിക്കും. M32 ഉണ്ടായിരിക്കും. അതേപോലെ M33 ഉണ്ടായിരിക്കും. ഓക്കെ. M11 ആരാണ്? -1 ആണ്. അപ്പൊ അതുള്ള റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ 5 × 3 15 -2 × 1 പ്ലസ് 2 ഈക്വൽ ടു എന്ത് കിട്ടി? 17 കിട്ടി. ഈക്വൽ ടു 17 കിട്ടി. അതേപോലെ അടുത്തത് M12 3 എടുക്കുകയാണെന്ന് 3 എടുക്കുകയാണെങ്കിൽ അതുള്ള റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 2 × 3 6 -2 × 4 -8. അപ്പൊ 6 + 8 എത്ര കിട്ടി? നമുക്ക് 14 കിട്ടി. അതേപോലെ M13 ആകുമ്പോൾ 6. അപ്പൊ അതുള്ള റോയും കോളും ഒഴിവാക്കി 2 × 1 2 -5 × 4 20. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് -18 കിട്ടി. ഓക്കെ, -18 കിട്ടി. ഇനി M21 എന്ന് പറയുമ്പോൾ ആരാണ്? ഈ 2 ആണ് അല്ലെ. അപ്പൊ അതുള്ള റോയും കോളും ഒഴിവാക്കിയാൽ 3 × 3 9 -6 × 1 6. അപ്പൊ എത്ര കിട്ടി? 9 - 6 3 കിട്ടി. ഇനി M22 എന്ന് പറഞ്ഞാൽ 5 ആണ്. അതുള്ള റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി -1 × 3 -3 -6 × 4 24. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് -27 കിട്ടി. -27 കിട്ടി. ഇനി അടുത്തത് M23 എന്ന് പറയുമ്പോൾ -2 ആണ്. അതുള്ള റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ -1 × 1 -1 -3 × 4 12. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് -13 കിട്ടി. ഇനി M31 എന്ന് പറയുന്നത് ആരാണ്? 4 ആണ്. അപ്പൊ അതിലുള്ള റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ 3 × 2 -6 -6 × 5 30. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് -36 കിട്ടി. ഇനി അടുത്തത് 1 ആണ്. M32 എന്ന് പറയുന്നത് 1 ആണ്. അതുള്ള റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് -1 × -2 2 -2 × 6 12. എന്ത് കിട്ടി? നമുക്ക് -10 കിട്ടി. പിന്നെ നമുക്ക് എന്ത് പിന്നെ ഏതാണ്? M33 ആണ്. അതായത് 3 ആണ്. ഉള്ള റോയും കോളും ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? -1 × 5 -1 × 5 -1 × 5 -5 -3 × 2 6. അതായത് -11 കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് മൈനേഴ്സ് കിട്ടി. ഇനി എങ്ങനെ കോഫാക്ടേഴ്സ് എങ്ങനെ കാണാം? കോഫാക്ടേഴ്സ് കാണുമ്പോൾ നമുക്ക് ആദ്യം ഈ M11 ആ ഒരു ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെ. 11 വരുമ്പോൾ 2 ആണ് വരിക. 12 വരുമ്പോൾ 3 ആണ് വരിക. 13 വരുമ്പോൾ 4 ആണ് വരിക. 21 വരുമ്പോൾ 3 22 4 23 5 31 4 32 5 33 6. അപ്പൊ ഇനി നമുക്ക് കോഫാക്ടേഴ്സ് കാണുമ്പോൾ എത്ര ഉണ്ടാവും? C11 ഉണ്ടാവും, C12 ഉണ്ടാവും, C13 ഉണ്ടാവും, C21 ഉണ്ടാവും, C22 ഉണ്ടാവും, C23 ഉണ്ടാവും, പിന്നെ C31 ഉണ്ടാവും, C32 ഉണ്ടാവും, അതേപോലെ C33 ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇനി ഇതിൽ എന്ത് ചെയ്യണം? ഈവൻ നമ്പേഴ്സ് ഒക്കെ നമ്മൾക്ക് സെയിം തന്നെയാണ് വരാ. ഓഡ് നമ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? സൈന് ചേഞ്ച് ചെയ്ത് വെക്കാം. ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്? M11, പിന്നെ M13, പിന്നെ ഏതാ? M22, പിന്നെ M31, M33. അപ്പൊ അതൊക്കെ അങ്ങനെ എഴുതിയെടുക്കാം. C11 തന്നെയാണ്. C11 എന്ന് പറയുമ്പോൾ 17, C13 എന്ന് പറയുമ്പോൾ -18, പിന്നെ പിന്നെ ഏതാ? M22 വരുമ്പോ -27, M31 എന്ന് പറയുമ്പോ -36, പിന്നെ M33 എന്ന് പറയുമ്പോൾ -11. എന്ത് ചെയ്യാം? ബാക്കിയുള്ളതിന്റെ സൈന് ചേഞ്ച് ചെയ്ത് വെക്കാം. M12 14 ആണ്. അപ്പൊ C12 ആവുമ്പോ എന്താവും? -14 ആവും. പിന്നെ അടുത്തത് M21 എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ C21 വരുമ്പോൾ -3 ആവും. പിന്നെ M23 എന്ന് പറയുന്നത് -13 ആണ്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ C23 ആവുമ്പോൾ എന്താവും? 13 ആവും. M32 എന്ന് പറയുന്നത് -10 ആണ്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? 10 ആവും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കോഫാക്ടേഴ്സും മൈനേഴ്സും കാണാൻ വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. അതൊന്നും കൂടി ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇനി അടുത്തത് അഡ്ജോയിന്റ് കാണാനാണ്. അഡ്ജോയിന്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ ഒരു മെട്രിക്സ് ഇപ്പൊ നമ്മൾ മൈനറും കോഫാക്ടറും കാണാൻ പഠിച്ചു അല്ലെ. അങ്ങനെ ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാല് അതിന്റെ കോഫാക്ടറിന്റെ ട്രാൻസ്പോസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അതിന്റെ അഡ്ജോയിന്റ് എന്ന് വിളിക്കുന്നത്. അഡ്ജോയിന്റ് ഓഫ് എ ഗിവൻ മെട്രിക്സ് ഇസ് ദ ട്രാൻസ്പോസ് ഓഫ് ദ മെട്രിക്സ് ഹൂസ് എലമെന്റ്സ് ആർ ദ കോഫാക്ടേഴ്സ് ഓഫ് ദ എലമെന്റ് ഓഫ് ദ ഗിവൻ മെട്രിക്സ്. തന്നിരിക്കുന്ന മെട്രിക്സിന്റെ
കോഫാക്ടേഴ്സിന്റെ ട്രാൻസ്പോസ് ആണ് ആരെന്ന് പറയുന്നത്, അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ എക്സാമ്പിൾ തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കോഫാക്ടേഴ്സിന് ഒരു മെട്രിക്സ് ആയിട്ട് എഴുതാം. അതായത് കോഫാക്ടേഴ്സ് ഓഫ് എ, കോഫാക്ടേഴ്സ് ഓഫ് എ മെട്രിക്സിന്റെ കോഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? എന്റെ കോഫാക്ടേഴ്സ് ആരൊക്കെയായിരുന്നു? 17 മൈനസ് 40, 17 മൈനസ് 14 മൈനസ് 18. പിന്നെ അടുത്തത് -3 മൈനസ് 27 30. പിന്നെ -36 10 11. ഇതാണ് നമ്മുടെ ആര് -10 10 -11. ഇതാണ് നമ്മുടെ -11. ഇതാണ് നമ്മുടെ ആരെന്ന് പറയുന്നത്, നമ്മുടെ കോഫാക്ടേഴ്സ് ഓഫ് എ എന്ന് പറയുന്നത്. അപ്പൊ ഇവർ അഡ്ജോയിന്റ് കാണാൻ വേണ്ടിയിട്ട് അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഇവരെ ട്രാൻസ്പോസ് വന്നാൽ മതി. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞതാണ് എന്താണ്, റോയും കോളം ഇന്റർചേഞ്ച് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ റോ ആണ് 7 മൈനസ് 14 മൈനസ് 18. അതെന്താവും ഫസ്റ്റ് കോളം ആയിട്ട് മാറും. 17 മൈനസ് 14 മൈനസ് 18 ആയിട്ട് മാറും. ഓക്കെ, ഇനി അടുത്തത് എന്താ, -3 മൈനസ് 27 30. ഓക്കെ, അടുത്തത് -36 10 മൈനസ് 11. ഇതാണ് നമ്മുടെ അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. അഡ്ജോയിന്റ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആദ്യം തന്നിരിക്കുന്ന മെട്രിക്സിന്റെ മൈനർ കാണണം, പിന്നെ കോഫാക്ടർ കാണണം. കോഫാക്ടറിനെ ഒരു മെട്രിക്സ് ആക്കി മാറ്റുക, അതിന്റെ ട്രാൻസ്പോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അഡ്ജോയിന്റ് കിട്ടും. അഡ്ജോയിന്റ് കിട്ടാൻ മനസ്സിലായല്ലോ. ഓക്കെ, ലാസ്റ്റ് ടോപ്പിക് ആണ്, സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക് ആണ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് എങ്ങനെ കാണാം എന്നുള്ളത്. അതായത് എ ഇൻവേഴ്സ് കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, 1 ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ. അതായത് അഡ്ജോയിന്റ് എ കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, അതിനെ ഡിറ്റർമിനന്റുമായിട്ട്, ആ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റുമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇൻവേഴ്സ് കിട്ടും. നോൺ സിംഗുലാർ മെട്രിക്സിന് മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടായിരിക്കുള്ളൂ. അതായത് നോൺ സിംഗുലാർ എന്ന് പറഞ്ഞാൽ എന്താ, ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവർ സിംഗുലാർ ആണെന്നാണ്. ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സിംഗുലാർ ആണെന്നാണ്. ഡിറ്റർമിനന്റ് എ ഈസ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാലാണ് അത് നോൺ സിംഗുലാർ ആണെന്ന് അർത്ഥമുള്ളത്. ഓക്കെ, നോൺ സിംഗുലാർ ആണെന്ന് അർത്ഥമുള്ളത്. അപ്പോ നമ്മള് എനിക്ക് ഈ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ, ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ അത് സിംഗുലാർ ആണ്. അതിന്റെ അർത്ഥം അവരെന്താകും, 1/0 എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് ആയിട്ട് പോകും. അപ്പൊ അതുകൊണ്ടാണ് അവരെന്തല്ലാത്തത്, അത് ഈ നോൺ സിംഗുലാർ മെട്രിക്സുകൾക്ക് മാത്രമാണ് ഇൻവേഴ്സ് ഉള്ളത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എ ഇൻവേഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 ഡിറ്റർമിനന്റ് എ അഡ്ജോയിന്റ് എ എന്നാണ്, ഇൻറ്റു അഡ്ജോയിന്റ് എ എന്നാണ്. അതിൽ നോൺ സിംഗുലാർ മെട്രിക്സിന് മാത്രമാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ തരാണ്. എ ഈക്വൽ ടു 3 2 -2 1 -1 6 5 4 -5. ഇതാണ് നമ്മുടെ മെട്രിക്സ്. അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് കാണാം. ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ, എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 ഡിറ്റർമിനന്റ് എ അഡ്ജോയിന്റ് ഓഫ് എ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റർമിനന്റ് എ ഇത് സിംഗുലാർ ആണോ നോൺ സിംഗുലാർ ആണോ നോക്കാം. നോൺ സിംഗുലാർ മെട്രിക്സിന് മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ ഡിറ്റർമിനന്റ് കാണുന്ന സമയത്ത് 3 ഇൻറ്റു -1 ഇൻറ്റു -5 5 -6 ഇൻറ്റു 4 6 ഇൻറ്റു 4 24 -2 ഇൻറ്റു 2 ഇൻറ്റു 1 -5 -5 -5 ഇൻറ്റു 6 30 പ്ലസ് -2 ഇൻറ്റു 1 ഇൻറ്റു 4 4 -5 ഇൻറ്റു -1 പ്ലസ് 5. ഓക്കെ, അപ്പൊ 3 ഇൻറ്റു 5 -24 വരുമ്പോ നമുക്ക് എന്ത് കിട്ടും, 19 കിട്ടും. -19 -2 ഇൻറ്റു -5 -30 പറയുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് -35 കിട്ടും. പ്ലസ് -2 ഇൻറ്റു 4 പ്ലസ് 5 9 കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് എന്ത് കിട്ടും, ഡിറ്റർമിനന്റ്
എ ഈക്വൽ ടു -5 എന്ന് കിട്ടും. അതായത് ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു 0 ആണ്. ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു 0 ആണ്. നോട്ട് ഈക്വൽ ടു 0 ആണ്. അതിന്റെ അർത്ഥം എന്താണ്? ഇവര് നോൺ സിംഗുലാർ മെട്രിക്സ് ആണ്. നോൺ സിംഗുലാർ മെട്രിക്സ് ആണ്. അപ്പൊ അവർക്ക് എന്തുണ്ടാവും? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. നോൺ സിംഗുലാർ ആയതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉള്ളത്. പിന്നെ എന്ത് ചെയ്യണം? ഇനി അഡ്ജോയിന്റ് കാണണം. അഡ്ജോയിന്റ് കാണണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് നമുക്ക് മൈനേഴ്സ് കാണണം. M11, M12, M13, M21, M22, M23, then M31, M32, M33. അപ്പൊ M11 കാണുമ്പോ എങ്ങനെ കിട്ടും? M11 കാണുമ്പോ 3 ആണ് കാണേണ്ടത്. അപ്പൊ അത് കാണുമ്പോ -1 × 5 5 -6 × 4 24. 5 - 24 വരുന്നത് എത്രയാണ്? നമുക്ക് -19 ആണ് വരുന്നത്. -19 ആണ് വരുന്നത്. പിന്നെ M12 വരുമ്പോ ഏതാ വരിക? ഇതിന്റെയാണ് വരിക. അപ്പൊ 1 × -5 -5 -5 × 6 30. അപ്പൊ -5 - 30 എന്ത് കിട്ടും? നമുക്ക് -35 കിട്ടും. -35 കിട്ടും. പിന്നെ നമുക്ക് വരുന്നത് M13 ആണ്. M13 എന്ന് പറയുമ്പോൾ -2. അത് വരുമ്പോൾ 1 × 4 4 -5 × -1 -5 ആണ്. അപ്പൊ 4 + 5 = 9 വരും. ഓക്കെ. ഇനി അടുത്തത് 1 വരുമ്പോ ഏതാ വരെ? ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ 2 × -5 -10 -2 × 4 -8 ആണ് വരുന്നത്. അപ്പൊ എന്താവും? +8. അതായത് നമുക്ക് എന്ത് കിട്ടും? -2 കിട്ടും. അടുത്തത് M22. M22 എന്ന് പറയുമ്പോൾ -1. അതായത് ഇത് ഒഴിവാക്കി 3 × -5 -15 -2 × 5 ആണ്. അതായത് +10. ഓക്കെ. അപ്പൊ എന്ത് വരും? -5 വരും. ഇനി അടുത്തത് നമുക്ക് M23, അതായത് 6 ആണ്. അപ്പൊ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ 3 × 4 12 -2 × 5 10 = നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. ഓക്കെ. ഇനി അടുത്ത M31 ആണ്. M31 എന്ന് പറയുമ്പോൾ 2 × 6 12 -2 × -1 2 = 10 കിട്ടും. പിന്നെ M32 ഒഴിവാക്കുമ്പോൾ 3 × 6 18 -1 × -2 ആണ്. അപ്പൊ +2 = 20 കിട്ടും. ഓക്കെ. M33 എന്ന് പറയുമ്പോൾ 3 × -1 -3 -2 × 1 2. എന്ത് കിട്ടും? -5 കിട്ടും. ഓക്കെ. ഇനി ഇതിന്റെ കോഫാക്ടേഴ്സ് കാണുമ്പോ C11 ഇതിൽ ഏതൊക്കെ ഈവൻ വരിക? M11 ഈവൻ ആണ് വരിക. M13 ഈവൻ ആണ് വരിക. അതേപോലെ M22 പിന്നെ M31 M33 ഇതൊക്കെ ഈവൻ ആണ് വരിക. അപ്പൊ C11 സെയിം തന്നെ വരും. എന്ത് വരും? -19 തന്നെ വരും. പക്ഷെ C12 എന്ത് വരും? C12 സൈൻ ചേഞ്ച് ചെയ്യും. -35 എന്തായി മാറും? 35 ആയിട്ട് മാറും. C13 സെയിം തന്നെ വരും. C21 എന്ത് വരും? സൈന് ചേഞ്ച് ചെയ്യും. C21 സൈൻ ചേഞ്ച് ചെയ്യും. -2 എന്നുള്ളത് 2 ആയിട്ട് മാറും. ഇനി C22 എന്ന് പറയുന്നത് -5 ആണ് വരുന്നത്. അപ്പൊ സെയിം തന്നെ വരും. ഈവൻ ആയ കാരണം സെയിം തന്നെ വരും. ഇനി M23 2 ആയ സ്ഥിതിക്ക് C23 എന്താവും? സൈൻ ചേഞ്ച് ചെയ്ത് -2 ആയിട്ട് മാറും. ഇനി M31 എന്ന് പറയുന്നത് ഈവൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ C31 എന്ത് വരും? സെയിം 10 തന്നെ വരും. ഇനി M32 എന്ന് പറയുന്നത് ഓഡ് ആണ് വരുന്നത്. അതുകൊണ്ട് C32 എന്ന് പറയുന്നത് എന്താവും? സൈൻ ചേഞ്ച് ചെയ്യും. 20 എന്നുള്ളത് -20 ആയിട്ട് മാറും. ഇനി M33 എന്നുള്ളത് -5 ആണ്. അപ്പൊ C33 എന്ന് പറയുന്നത് -5 എന്നുള്ളത് എന്ത് തന്നെയാണ്? 5 ആയിട്ട് വരും. ഓക്കെ. ഇനി ഇവരെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു കോഫാക്ടറിനെ നമ്മൾ ആദ്യം നമുക്ക് കോഫാക്ടറിന്റെ മെട്രിക്സ് ഉണ്ടാക്കണം അല്ലെ? അപ്പൊ കോഫാക്ടറിന്റെ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായി? കോഫാക്ടറിന്റെ മെട്രിക്സ് എഴുതുമ്പോൾ -19 35 9 2 -5 -2 പിന്നെ 10 -20 5. ഇതാണ് നമുക്ക് കോഫാക്ടറിന്റെ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവർ അഡ്ജോയിന്റ് എങ്ങനെയാ കണ്ടുപിടിക്കുക? അഡ്ജോയിന്റ് ഓഫ് A = എന്ത് ചെയ്താൽ മതി? ഇവരെ ട്രാൻസ്പോസ് കണ്ടാൽ മതി. -19
ഫസ്റ്റത്തെ റോ കോളായിട്ട് മാറി 35 9 2 -5 -2 10 -25. ഇതാണ് നമ്മുടെ അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അഡ്ജോയിന്റ് കിട്ടി, ഡിറ്റർമിനന്റ് കിട്ടി. ഇനി എന്ത് കാണണം? എ ഇൻവേഴ്സ് കാണണം. എ ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ? 1/ഡിറ്റർമിനന്റ് എ. ഡിറ്റർമിനന്റ് എ ഇവിടെ ആരാണ്? -5 ആണ്. ഇൻറ്റു അഡ്ജോയിന്റ് എ. അഡ്ജോയിന്റ് എ ആരാണ്? -19 2 10 35 -5 -20 9 -2 5. ഇതാണ് നമ്മളുടെ അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി എന്ത് ചെയ്യണം? ഈ -5 നമ്മൾ ഉള്ളിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അപ്പൊ നമുക്ക് എ ഇൻവേഴ്സ് കിട്ടും. -19/5 -5 എന്ന് പറഞ്ഞാൽ 19/5. നെഗറ്റീവും നെഗറ്റീവും ക്യാൻസൽ ആയിപ്പോയി. ഇനി 2/-5 എന്ന് പറഞ്ഞാൽ -2/5 ആയി. 10/-5 എന്ന് പറഞ്ഞാൽ -2 ആയി. 35/-5 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് -7 ആയി. -5/5 1, -20/-5 4, 9/-5 -9/5, -2/-5 2/5, 5/-5 -1. ഇതാണ് നമ്മുടെ ഇവിടുത്തെ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്കൊരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ ആദ്യം അതിന്റെ ഡിറ്റർമിനന്റ് കാണാം. ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത് ഇസ് നോട്ട് ഈക്വൽ ടു 0 ആണെച്ചെങ്കിൽ അവർക്ക് ഇൻവേഴ്സ് ഉണ്ടാവുകയുള്ളൂ. എന്നാലും നമുക്ക് ഇത് തുടങ്ങേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു കണ്ടപ്പോൾ നമുക്ക് -5 ആണ് കിട്ടിയത്. അപ്പൊ അതിന്റെ അർത്ഥം അവർ നോൺ സിംഗുലർ ആണെന്നും അവർക്ക് എന്തെങ്കിലും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ അത് വെച്ച് നമ്മൾ മൈനർ കണ്ടു, കോഫാക്ടർ കണ്ടു, കോഫാക്ടറിന്റെ ഒരു മെട്രിക്സ് ആക്കി മാറ്റി. എന്നിട്ട് അതിന് എന്ത് ചെയ്തു? അതിന്റെ ട്രാൻസ്പോസ് കണ്ടിട്ട് അഡ്ജോയിന്റ് കണ്ടുപിടിച്ചു. നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എ ഇൻവേഴ്സ് കാണാൻ എന്ത് ചെയ്തു? 1/ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോയിന്റ്. അഡ്ജോയിന്റ് കണ്ടപ്പോ നമുക്ക് എന്ത് കിട്ടി? എ ഇൻവേഴ്സ് കിട്ടി. ഓക്കെ, ഇനി ഇതിന്റെ ഫൈനൽ ടോപ്പിക് ആണ് സൊല്യൂഷൻ ഓഫ് എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. ഒരു ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻ എങ്ങനെ കാണാം എന്നാണ് നമ്മൾ പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയ പോർഷൻ ആണ് ഇത്. 2x2 മെട്രിക്സും 3x3 മെട്രിക്സും ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമുക്കിത് കാണണമെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ 2 ഇക്വേഷൻ തന്നിട്ടുണ്ട്. 2 ഇക്വേഷനെ തന്നിട്ടുള്ളൂ. ആ ഇക്വേഷനിൽ എക്സും വൈയും മാത്രമേ ഉള്ളൂ വെച്ചാൽ മനസ്സിലാക്കുക അത് എന്ത് മെട്രിക്സ് ആയിരിക്കും? 2x2 മെട്രിക്സ് ആയിരിക്കും. അത് എന്ത് മെട്രിക്സ് ആയിരിക്കും? 2x2 മെട്രിക്സ് ആയിരിക്കും. എക്സും വൈയും സെഡും ഉണ്ട്. 3 ഇക്വേഷൻ തന്നിട്ടുണ്ട് വെച്ചെങ്കിൽ അത് 3x3 മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ ഇത് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം തന്നെ ഇതിൽ എഴുതുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചു പോവാം. ആദ്യം തന്നെ നമ്മൾ എഴുതേണ്ടത് AX = B എന്നാണ് എഴുതേണ്ടത്. AX = B എന്നാണ് എഴുതേണ്ടത്. ഇതിലെ A എന്ന് പറയുന്നത് ഈ എക്സിന്റെ പൈന്റെ കോഎഫിഷ്യൻസ് ആയുള്ള മെട്രിക്സ് ആണ് A എന്ന് പറയുന്നത്. അതായത് 4, എക്സിന്റെ കോഎഫിഷ്യന്റ് 4, വൈന്റെ കോഎഫിഷ്യന്റ് -3, അടുത്തതിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 3, വൈന്റെ കോഎഫിഷ്യന്റ് 7. അപ്പൊ ഇതാണ് ഇവിടുത്തെ A എന്ന് പറയുന്നത്. ഇനി എക്സ് എന്ന് പറയുന്നത് ഇവിടെ എക്സും വൈയും മാത്രമുള്ള കാരണം അതാണ് ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബി എന്ന് പറയുന്നത് ഈക്വൽസിന്റെ അപ്പുറത്തുള്ളത് RHSനെയാണ് നമ്മൾ ബി എന്ന് പറയുന്നത് 11 -1. അപ്പൊ നമുക്ക് ഇതിനെ എന്താക്കാം? എയും കിട്ടി, എക്സും കിട്ടി, ബിയും കിട്ടി. അപ്പൊ AX = B ഫോർമാറ്റിൽ എഴുതിക്കൂടെ? AX = B ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 4 -3 3 7 ഇൻറ്റു എക്സ് എന്താ? എക്സ് y = B എന്ന് പറയുന്നത് 11 -1. ഓക്കെ, ഇതാണ് നമ്മൾ AX = B എന്നുള്ള ഫോർമാറ്റ്. നമുക്ക് സോൾവ് ചെയ്തിട്ട് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എക്സും വൈയും എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ എനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ X = എന്ന് പറയുന്നത് A ഇൻവേഴ്സ് B ആയിരിക്കും. എനെ ഇക്വൽസിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്തായി മാറും? അത് ഇൻവേഴ്സ് ആയിട്ട് മാറും. അതായത് X = A ഇൻവേഴ്സ് B ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം അപ്പോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? X = X നമുക്കറിയാം, അതേപോലെ B നമുക്കറിയാം. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? A ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ A ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? A ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/ഡിറ്റർമിനന്റ് A ഇൻറ്റു അഡ്ജോയിന്റ് A ആണ്, അല്ലേ?
അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കണം. എന്നിട്ട് അത് നോൺ സിംഗുലർ ആണെന്ന് തെളിയിച്ചിട്ട് അതൊന്ന് എന്ത് ചെയ്യണം, അഡ്ജോയിന്റ് എ കണ്ടുപിടിക്കണം. എന്നിട്ട് എ ഇൻവേഴ്സ് കണ്ടുപിടിച്ച് ഇക്വേഷനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ആദ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ നോക്കുക. ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് എ എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഫോർമാറ്റ് എഴുതും, ഇക്വേഷൻ എഴുതണം. അതിന് എ എന്താ, എക്സ് എന്താ, ബി എന്താ അത് തന്നിരിക്കുന്ന ഇക്വേഷനിൽ എഴുതുക. എന്നിട്ട് അത് ആ ഒരു ഫോർമാറ്റിൽ എഴുതി വെക്കുക. അതാണ് തേർഡ് സ്റ്റെപ്പ്. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്ന് എഴുതുക. എന്നിട്ട് അതിന്ന് എ ഇൻവേഴ്സിന്റെ ഇക്വേഷൻ എഴുതാം. ഇനി എന്ത് ചെയ്യുക, ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കാം. ഇവിടുത്തെ ഡിറ്റർമിനന്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 into 7 4 into 7 മൈനസ് 3 into 3 ആണ്. അതായത് 4 into 7 28 മൈനസ് 9 വരുമ്പോൾ +9, 28 + 9 എന്ന് വരുമ്പോ എന്താവും, 37 ആണ് നമ്മുടെ ഇവിടുത്തെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 37 ആണ്. ഇനി നമ്മൾ എന്ത് കാണണം, അഡ്ജോയിന്റ് എ കാണണം. ഡിറ്റർമിനന്റ് കിട്ടി, ഇനി അഡ്ജോയിന്റ് എ ആണ് കാണുന്നത്. അഡ്ജോയിന്റ് എ കാണണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം, മൈനർ കോഫാക്ടർ കിട്ടണം. അവിടെ 4 എലമെന്റ്സ് ഉള്ള കാരണം നമുക്ക് എന്തേ ഉണ്ടാവുള്ളൂ, 4 മൈനറും 4 കോഫാക്ടർ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ മൈനർ ഇവിടെ നോക്കിക്കേ, മൈനർ ഇവിടെ ആരാണ്, 4ന്റെ മൈനർ ആയിരിക്കും. 4ന്റെ മൈനർ 4 റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 7. ഇനി M12 എന്ന് പറയുന്നത് ആരാണ്, -3 ആണ്. -3 റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 3. ഇനി M21 എന്ന് പറയുന്നത് ആരാണ്, M21 എന്ന് പറയുന്നത് 3 ആണ്. അതുള്ള റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ -3 ആണ്, മൈനർ തന്നെ. M22 എന്ന് പറയുന്നത് 7 ആണ്. അതിന്റെ റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി. ഈ കോഫാക്ടർ C11 ഉണ്ടാവും, C12 ഉണ്ടാവും, C21 ഉണ്ടായിരിക്കും, C22 ഉണ്ടായിരിക്കും. അപ്പൊ C11 പറയുന്നത് 7ന്റെ കോഫാക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്, -7 ഈവൻ ആയ കാരണം 7 തന്നെയാണ്. C12 എന്ന് പറയുന്നത് എന്താണ്, ഈവൻ ആണ്. അപ്പൊ 3 എന്തായി, -3 ആയി. M21 -3 ആണ്, C21 ആണ്. അപ്പൊ അതെന്തായി, +3 ആയി. ഓടാണ് അല്ലെ. C22 ഈവൻ ആണ്. അപ്പൊ 4 എന്ന് പറയുന്നത് 4 എന്നായിട്ട് നിൽക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, കോഫാക്ടറിന്റെ മെട്രിക്സ് കിട്ടി. കോഫാക്ടറിന്റെ മെട്രിക്സ് എന്താണ്, കോഫാക്ടറിന്റെ മെട്രിക്സ് എഴുതുമ്പോൾ 7 -3 3 4. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇതിന്റെ അഡ്ജോയിന്റ് കാണാം. ഇതിന്റെ അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്, അപ്പോ അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, നമുക്ക് തിരിച്ചിടാം അല്ലെ. 7 -3 3 4. ഓക്കെ, ഇതാണ് ഇവിടുത്തെ അഡ്ജോയിന്റ് പറയുന്നത്. ഇത് നമുക്ക് എന്ത് കാണണം, എ ഇൻവേഴ്സ് കാണാം. അപ്പൊ എ ഇൻവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 ഡിറ്റർമിനന്റ് എ അഡ്ജോയിന്റ് എ ആണ്, അഡ്ജോയിന്റ് ഓഫ് എ ആണ്. ഇവിടെ ഡിറ്റർമിനന്റ് എ നമുക്ക് കിട്ടിയത് എത്രയാണ്, 37 ആണ്. ഇവിടുത്തെ അഡ്ജോയിന്റ് എന്തായിരുന്നു, ഇവിടുത്തെ അഡ്ജോയിന്റ് നമുക്ക് 7 3 -3 4 ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഇനി നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മുടെ ഇക്വേഷൻ എന്താ, എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ആണ്. അപ്പൊ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, 1/37 ഇൻറ്റു 7 3 -3 4 ഇൻറ്റു ബി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, 11 -1 ഓക്കെ, ഇനി ഇതിനെന്ത് ചെയ്യണം, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യണം. 1/37 അവിടെ തന്നെ നിർത്തി, ബാക്കിയുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 × 11 77 പ്ലസ് 3 × -1 -3, 77 -3. അടുത്തത് -3 × 11 -33 പ്ലസ് 4 × -1 -4. നമുക്ക് എന്ത് കിട്ടി, ഈക്വൽ ടു 1/37 77 -3 74 -33 -4 -37. ഇനി 37 ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 74/37. അതേപോലെ താഴെ -37/37 ഈക്വൽ ടു 74/37 എന്ന് പറഞ്ഞാൽ 1 ആണ്. -37/2 ആണ്. 74/37 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോറി, -37/37 എന്ന് പറഞ്ഞാൽ -1 ആണ്. നമുക്ക് എന്ത് കിട്ടി, എക്സ് ഈക്വൽ ടു 2ഉം y ഈക്വൽ ടു -1. ഇത് നമ്മളെ എക്സിന്റെ വാല്യൂസ് അല്ലേ. അതായത് എക്സ് എന്ന് പറയുന്നത് ആരൊക്കെ, എക്സും
വൈ ഓൺ എക്സും വൈ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 2 വൈ ഈക്വൽ ടു -1 കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആണ് തന്നിട്ടുള്ളത്. എക്സും വൈയും മാത്രമേ ഉള്ളൂ എങ്കിൽ അതൊരു 2x2 മെട്രിക്സ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വൺ എ എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഇക്വേഷൻ എഴുതാം. അതിൽ എ എന്ന് പറയുന്നത് എക്സിന്റെ വൈനെ കോഎഫിഷ്യൻസിനെ മെട്രിക്സ് ആക്കി എഴുതുന്നതിനാണ് എ എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് എക്സും വൈനെയും ഒരു മെട്രിക്സ് ആക്കി എഴുതുന്ന, ബി എന്ന് പറയുന്നത് RHSലുള്ള എലമെന്റ്സിന് ഒരു മെട്രിക്സ് ആക്കി എഴുതുന്നതിനാണ് ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഇക്വേഷന്റെ ഫോർമാറ്റിലേക്ക് നമ്മൾ മെട്രിക്സ് കൊടുത്ത് ചെയ്തു. ഇനി എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ആണ്. ഇൻവേഴ്സ് ബി ആണ്. അതിൽ എ ഇൻവേഴ്സ് നമ്മൾ കാണണം. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താ, 1 ഡിറ്റർമിനന്റ് അഡ്ജോയിന്റ് എ ആണ്. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഡിറ്റർമിനന്റ് എ കാണാം, എന്നിട്ട് മൈനറും കോഫാക്ടറും കണ്ട് കോഫാക്ടറിന്റെ ട്രാൻസ്പോസ് കണ്ട് അഡ്ജോയിന്റ് കിട്ടും. എന്നിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എ ഇൻവേഴ്സ് കിട്ടും. അത് നമ്മളെ മറ്റേ ഫസ്റ്റ് ഇക്വേഷൻ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് കൊടുത്താൽ എക്സിനും വൈനും വാല്യൂസ് കിട്ടും. ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ 3x3 മെട്രിക്സിലും ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്തുണ്ടായിരിക്കും, 3 എലമെന്റ്സ് ഉണ്ടായിരിക്കും, അതായത് 9 എലമെന്റ്സ് ഉണ്ടായിരിക്കും. 3x3 ആണ്. ഇപ്പൊ നോക്കിക്കോ, ഇവിടെ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെറ്റ് ഉണ്ട്, അതേപോലെ 3 ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഇതൊരു 3x3 മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, എക്സ് ഈക്വൽ ടു ബി ആണ്. അത് നമ്മൾ അത് എഴുതി, എക്സ് ഈക്വൽ ടു ബി എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താ, എ എന്ന് പറയുന്നത് എക്സിന്റെ വൈന്റെ കോയിഫിഷ്യൻസ് ആണ്. ഫസ്റ്റത്തെ ഇക്വേഷനിൽ എക്സിന്റെ കോയിഫിഷ്യന്റ് 1, വൈന്റെ കോയിഫിഷ്യന്റ് 2, ബിന്റെ കോയിഫിഷ്യന്റ് 3. ഓക്കെ, സെക്കൻഡ് ഇക്വേഷനിൽ എക്സിന്റെ കോയിഫിഷ്യന്റ് 1, വൈന്റെ കോയിഫിഷ്യന്റ് -2, 3, സെഡിന്റെ കോയിഫിഷ്യന്റ് 1. ഇനി അടുത്തത് 2, 3, -1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എ കിട്ടി. ഇനി എന്ത് വേണം, എക്സ്. എക്സ് എന്ന് പറയുന്നത് ഇവിടെ ആരൊക്കെ ഉണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്. ഓക്കെ, ഇനി ബി എന്ന് പറയുന്നത് RHSൽ ആരൊക്കെയുള്ളത്, 14ഉം 0ഉം 5. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, മെട്രിക്സ് 1 2 3 1 -2 1 2 3 -1 ഇൻറ്റു എക്സ് വൈ സെഡ്. എക്സ് അല്ലേ, എക്സ് വൈ സെഡ് ഈക്വൽ ടു എന്താണ്, 40 0 5 ആണ്. ഓക്കെ ഓക്കെ, ഇനി എന്ത് ചെയ്യാ, ഇനി നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ ആയിട്ടുള്ള ഏതാണ്, എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഡി ആണ്. അപ്പൊ ഇതില് എ ഇൻവേഴ്സ് കാണണം. അപ്പൊ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, 1 ഡിറ്റർമിനന്റ് എ അഡ്ജോയിന്റ് എ ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഡിറ്റർമിനന്റ് എ കാണാം. ഡിറ്റർമിനന്റ് എ കാണുമ്പോൾ എന്തായിരിക്കും, 1 ഇൻറ്റു -2 into -1 2 -1 into 3 3 -2 into 1 into -1 -1 -1 into 2 2 plus 3 into 1 into 3 3 -2 into 2 4 3 plus 4. ഓക്കെ, അപ്പൊ 1 into 2 -3 എന്ന് പറയുന്നത് -1 ആണ്. -2 into -1 -1 -2 എന്ന് പറയുന്നത് എന്താണ്, -3 ആണ്. പ്ലസ് 3 into 3 plus 4 എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, അപ്പൊ 1 into -1 -1 -2 into -3 6. അപ്പൊ +3 plus 21 ആണ്. +21 ആണ്. അപ്പൊ എന്ത് വരും, 21 plus 6 27 -1 26. അപ്പൊ ഡിറ്റർമിനന്റ് എ എന്ത് കിട്ടി, 26 ആണ്. അതായത് ഇസ് നോട്ട് ഈക്വൽ ടു 0. അതായത് ഇത് നോൺ സിംഗുലർ ആണ്. ഇതെന്താണ്, നോൺ സിംഗുലർ ആണ്. ഇതിന്റെ എന്തെങ്കിലും കാണാം, നമുക്ക് മൈനറും കോംപാക്റ്റും കാണണം. M11 M12 M21 M13 പിന്നെ M21 M22 M23 M31 M32 M33. ഓക്കെ, ഇത്രയും കാണാം. അപ്പൊ M11 കാണാൻ നമുക്കറിയാം എന്ത് ചെയ്താ, -2 into -1 2 -1 into 3 ആണ് അല്ലെ. ഇതിന്റെ കാണുമ്പോൾ -2 into -1 2 -3. അപ്പൊ 2 -3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, -1 കിട്ടും. M12 എന്ന് പറയുന്നത് 2ന്റെ കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 into -1 -1 -1 into 2. അപ്പൊ -1 -2 എന്ന് വരുമ്പോൾ എന്ത് കിട്ടും, -3 കിട്ടും. ഇനി M13 എന്ന് പറയുമ്പോൾ 1 into 3 3
-4 വരും. അപ്പോൾ എന്ത് കിട്ടും? 3 + 4 7 കിട്ടും. ഓക്കെ, ഇനി 7 കിട്ടും. ഇനി അടുത്തത് ഏതാ? ഇതിന്റെ M21ന്റെ 1ന്റെ. അപ്പൊ ഇത് വരുമ്പോ ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ 2 × -1 -2 -2 -3 × 3 9 -2 -2 -9 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? നമുക്ക് -11 കിട്ടി. ഇനി M22 എന്ന് പറയുമ്പോൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 1 × -1 -1 -3 × 2 6. അപ്പൊ എന്ത് കിട്ടി? -7 കിട്ടി. പിന്നെ M23 എന്ന് പറയുമ്പോൾ 1 × 3 3 -2 × 2 4 3 -4 എന്ത് കിട്ടി? -1 കിട്ടി. പിന്നെ M31 എന്ന് പറയുമ്പോൾ 2 × 1 2 -3 × -2 -6 ആണ്. അപ്പൊ +6 = 8 കിട്ടി. ഇനി M32 എന്ന് പറയുമ്പോൾ 1 × 1 1 -1 × 3 3 ആണ്. അതായത് -2 കിട്ടി. പിന്നെ ലാസ്റ്റ് വൺ M33 എന്ന് പറയുമ്പോൾ 1 × -2 -2 ആണ്. അതായത് നമുക്ക് എന്ത് കിട്ടി? -4 കിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ മൈനേഴ്സ് എന്ന് പറയുന്നത്. ഇനി കോഫാക്ടേഴ്സ് കാണുമ്പോൾ C11 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൻ നമ്പർ ആയ കാരണം അതിന്റെ തന്നെ സെയിം വരും. C12 എന്ന് പറയുമ്പോൾ ഈവൻ നമ്പർ ഓഡ് നമ്പർ ആയ കാരണം അതിന്റെ സൈൻ ചേഞ്ച് ചെയ്ത് 3 ആവും. ഇനി C13 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആയ കാരണം സെയിം തന്നെ വരും. C21 എന്ന് പറയുന്നത് ഈ ഓഡ് നമ്പർ ആയ കാരണം സൈൻ ചേഞ്ച് ചെയ്ത് 11 ആവും. ഇനി C22 എന്ന് പറയുന്നത് ഈവൻ ആയ കാരണം സെയിം തന്നെ വരും. അടുത്തത് C23 എന്ന് പറയുന്നത് ഓഡ് ആയ കാരണം അതെന്ത് ചെയ്യും? സൈന് ചേഞ്ച് ചെയ്യും. C31 എന്ന് പറയുന്നത് ഇവൻ ആയ കാരണം സെയിം തന്നെ വരും. C32 എന്ന് പറയുന്നത് ഓഡ് ആയ കാരണം എന്ത് ചെയ്യും? സൈന് ചേഞ്ച് വരും. C33 എന്ന് പറയുന്നത് ഇവൻ ആയ കാരണം എന്ത് ചെയ്യും? സെയിം തന്നെ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്ന് എന്ത് ചെയ്യാൻ പറ്റും? കോഫാക്ടറിന് എഴുതാൻ പറ്റും. അപ്പൊ കോഫാക്ടർ എഴുതുന്നത് എങ്ങനെയായിരിക്കും? കോഫാക്ടർ ഈക്വൽ ടു എത്രയൊക്കെ വരും? കോഫാക്ടർ വരുമ്പോ -1 3 7 -1 3 7 11 -7 -1 8 -7 -1 8 7 8 -2 -7 1 8 2 -7 1 8 2 8 2 -4 ഇത്രയാണ് വരാം. ഇനി ഇവരുടെ എന്ത് കാണണം? നമുക്ക് അഡ്ജോയിന്റ് കാണണം. അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? ഇവർ ട്രാൻസ്പോസ് ആണ്. അതായത് നമുക്ക് എന്ത് വരും? -1 3 7 11 -7 11 -7 11 -7 11 -7 1 പിന്നെ 8 2 -4 ഇങ്ങനെ വരും അല്ലെ? ഇങ്ങനെ വരും. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇവരെ അഡ്ജോയിന്റ് കിട്ടി, കോഫാക്ടർ കിട്ടി, അഡ്ജോയിന്റ് കിട്ടി. ഇനി എ ഇൻവേഴ്സ് കാണണം. എ ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? എ ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ 1/ഡിറ്റർമിനന്റ് എ അഡ്ജോയിന്റ് എ ആണ്. ഡിറ്റർമിനന്റ് എ നമുക്ക് എത്ര കിട്ടിയത്? 26 ആണ് കിട്ടിയത്. അപ്പൊ എന്തായി? 1/26. ഇത് -1 11 8 3 -7 2 7 1 -4. ഇതാണ് നമ്മുടെ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കണം. എക്സ് എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? XY Z = എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/26 മെട്രിക്സ് -1 11 8 3 -7 2 7 1 -4 ഇതാണ് മെട്രിക്സ്. പിന്നെ ഇൻറ്റു ബി. ബി എന്താ വരുന്നത്? ഇവിടുത്തെ ബി ആരാ? ബി എന്ന് പറയുന്നത് 1405 ആണ്. അതായത് 1405 ആണ്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ 1/26 അവിടെ നിർത്തി. ബാക്കി -1 × 14 -14 +11 × 0 0 +8 × 5 14. അതെ, 3 × 14 വരുന്നത് എത്രയാ?
42 ആണ് 3 into 14. അപ്പൊ 42 minus 7 into 0, 0 plus 2 into 5, 10. ഓക്കെ, അടുത്ത 7 into 14, 98 ആണ്. പ്ലസ് 1 into 0, 0 minus 4 into 5, minus 20. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 1/26 into -14 plus 40 plus 40 ആണ്. അപ്പൊ എന്താ കിട്ടണം? 14 മൈനസ് ചെയ്യണം. ഇപ്പൊ 0 4 ആയത് 6, പിന്നെ 3 1 26. ഓക്കെ, ഇനി അടുത്തത് 42 plus 10 വരുമ്പോ 52. അടുത്തത് 98 minus 20 വരുമ്പോ എന്ത് കിട്ടും? നമുക്ക് 78 കിട്ടും. ഓക്കെ, അപ്പൊ ഇനി ഇത് ചെയ്യുമ്പോ 26-നുള്ളിലേക്ക് ചെയ്യുമ്പോ എന്ത് കിട്ടും? 26/26, 52/26 and 78/26. ഇതാണ് നമ്മുടെ ആര്? എക്സ് വൈ സെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 26/26 എന്ന് പറഞ്ഞാൽ 1 ആണ്, 52/26 എന്ന് പറഞ്ഞാൽ 2 ആണ്, 78/26 എന്ന് പറഞ്ഞാൽ 3 ആണ്. അതായത് നമുക്ക് x equal to 1, y equal to 2, z equal to 3. ഇതാണ് നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് തരത്തിലാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്ത് പറഞ്ഞത്. ഒന്ന് 2 into 2 മെട്രിക്സിന്റെയും ഒന്ന് 3 into 3 മെട്രിക്സിന്റെയും. ഏതിന്റെ ആണെങ്കിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ax equal to b എന്നുള്ള ഇക്വേഷൻ കൊടുക്കുക. അതിൽ a എന്താ, x എന്താ, b എന്താന്ന് എഴുതുക. എന്നിട്ട് ആ ഇക്വേഷനിൽ കൊടുക്കുക. പിന്നെ x equal to a inverse b ആണ്. അതിൽ a inverse കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഡിറ്റർമിനന്റ് a കാണണം, എന്നിട്ട് അഡ്ജോയിന്റ് a കാണണം. അഡ്ജോയിന്റ് a കാണാൻ എന്ത് ചെയ്യണം? ആദ്യം മൈനർ കാണണം, കോഫാക്ടർ കാണണം, എന്നിട്ട് കോഫാക്ടറിന്റെ ഒരു മെട്രിക്സ് ആക്കി എഴുതണം, അതിന്റെ ട്രാൻസ്പോസ് കാണണം. അത് കണ്ടു കഴിഞ്ഞാൽ അഡ്ജോയിന്റ് കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? എ ഇൻവേഴ്സ് കാണാൻ ആ അഡ്ജോയിന്റ് കിട്ടിയ മെട്രിക്സുമായി ഡിറ്റർമിനന്റ് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനായ x equal to a inverse b എന്നുള്ള ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈനൽ എക്സിനും വൈനും സോൾവ് ചെയ്യാൻ പറ്റും. അത് 2 into 2 ആണെങ്കിലും 3 into 3 ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്, ഈ സോൾവ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ചാപ്റ്ററിൽ പറയാനുള്ളത്. അപ്പൊ എന്താ പറഞ്ഞെന്നുള്ളത് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് നിർത്താം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാന്നുള്ളതാണ്. കഴിഞ്ഞ ലെസണിൽ നമ്മൾ പഠിച്ചാണ് ഡിറ്റർമിനന്റ് എന്നുള്ള ലെസണിൽ. അതിൽ നമ്മൾ എക്സ്ട്രാ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് a equal to 0 ആണെങ്കിൽ ആ മെട്രിക്സ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. ഡിറ്റർമിനന്റ് a is not equal to 0 ആണെങ്കിൽ ആ മെട്രിക്സ് എന്തായിരിക്കും? നോൺ സിംഗുലർ ആയിരിക്കും. ഓക്കെ, ഇനി മൈനേഴ്സും കോഫാക്ടേഴ്സും കാണാണ്. മൈനേഴ്സ് എങ്ങനെ കാണാം? ഏതിന്റെ ആണോ കാണുക, എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും മൈനേഴ്സ് ഉണ്ടായിരിക്കും. മൈനേഴ്സ് എങ്ങനെ കാണാം? ഏതിന്റെ ആണോ കാണുന്നത് അതിന്റെ റോയും കോളവും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എലമെന്റ്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടാൽ മതി മൈനേഴ്സ് കാണാൻ വേണ്ടിയിട്ട്. ഇനി കോഫാക്ടേഴ്സ് ആണെന്ന് വെച്ചെങ്കിൽ മൈനേഴ്സിന്റെ അടിയിലുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഇവൻ നമ്പർ ആക്കി കിട്ടണമെന്ന് വെച്ചെങ്കിൽ മൈനേഴ്സ് ഏതാണോ അതന്നെയാണ് കോഫാക്ടർ വരിക. കൂട്ടി കിട്ടുന്നത് ഓടാണെന്നുവെച്ചെങ്കിൽ അത് മൈനേഴ്സ് എന്താണോ അതിന്റെ സൈന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? കോഫാക്ടേഴ്സ് എഴുതുക. ഈ കോഫാക്ടേഴ്സിനെ ഒരു മെട്രിക്സ് ആക്കി എഴുതി അതിന്റെ ട്രാൻസ്പോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അഡ്ജോയിന്റ് കിട്ടും. ഓക്കെ, അതിന് മുന്നേ നമ്മൾ എങ്ങനെ ഒരു 2 into 2 മെട്രിക്സിന്റെ കോഫാക്ടർ എങ്ങനെ കാണാം? 2 into 2 മെട്രിക്സിന്റെ 2 into 2 മെട്രിക്സ് ഇപ്പൊ 4 5 3 1 ഇതാണ് ഒരു മെട്രിക്സ് എന്ന് വിചാരിച്ചു. ഇതിന്റെ കോഫാക്ടർ എങ്ങനെ കാണാം? ഇതിന്റെ മൈനർ എന്ന് പറയുന്നത് M11 M12 M21 M22 4 ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ M11 എന്ന് പറയുന്നത് ആരാണ്? ഇവിടെ 4 ആണ്. ഈ 4ന്റെ കോഫാക്ടർ കാണുമ്പോൾ എന്താ, മൈനർ കാണുമ്പോൾ എന്താണ്? ഇതുള്ള റോയും കോളവും ഒഴിവാക്കി കഴിഞ്ഞാൽ ആരാ ഉണ്ടാവുക? 1. അതാണ് അവരുടെ മൈനർ. അപ്പൊ അടുത്ത 5ന്റെ ആവുമ്പോൾ അതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ 3. M21ന്റെ ആവുമ്പോഴോ ഇതിന്റെ ആവുമ്പോൾ ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ 5. അടുത്തത് M22 ആവുമ്പോൾ 4. ഇതിന്റെ കോഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? സൈന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക നമ്മള്. കോഫാക്ടർ C11 ആവുമ്പോൾ 1, C12 ആവുമ്പോൾ -3, C21 ആവുമ്പോ -5, C22 ആവുമ്പോ 4. ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? കോഫാക്ടർ ആയിട്ട് എഴുതുമ്പോ 1 -3 -5 4. അഡ്ജോയിന്റ് ആയിട്ട് എഴുതുമ്പോ എന്ത് വരും? അഡ്ജോയിന്റ് ആയിട്ട് എഴുതുമ്പോ എന്ത് വരും? 1 -5 -3 4 വരും. ഓക്കെ, ഇനി ഇതിന്റെ അഡ്ജോയിന്റ് നേരിട്ട് കാണാനുള്ള 2 into 2 3 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് നമുക്ക് മൈനറും കോഫാക്ടറും ഒന്നും കാണാനുള്ള ഒരു മെത്തേഡ് പറഞ്ഞൊരു സിമ്പിൾ മെത്തേഡ് പറഞ്ഞുതരാം. അഡ്ജോയിന്റ് കാണാൻ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ ക്രോസിലുള്ള എലമെന്റ്സിലെ ഫസ്റ്റ് ക്രോസിലെ എലമെന്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യും.
ഇനി എന്ത് ചെയ്യുക, ഈ രണ്ടെണ്ണത്തിന്റെ സൈന് മാറ്റി കൊടുക്കുക. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കി കൊടുക്കുക, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കി കൊടുക്കുക. അപ്പൊ 5 ആണ് ഇവിടെ, അപ്പൊ അത് എന്തായി, -5 ആയി. ഇവിടെ 3 ആണ്, അതിന്റെ -3 ആയി. നോക്കിയേ, നമ്മൾ മൈനറും കോഫാക്ടറും കൂടി കണ്ടുപിടിച്ച അഡ്ജോയിന്റും ഈ അഡ്ജോയിന്റും സെയിം അല്ലേ? അപ്പം അഡ്ജോയിന്റ് 2x2 മെട്രിക്സിനെ കാണാനുള്ള എളുപ്പമുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് എലമെന്റിനെ ലാസ്റ്റ് എലമെന്റിനെ എന്ത് ചെയ്യുക, ഇന്റർചേഞ്ച് ചെയ്യുക. ബാക്കി രണ്ട് എലമെന്റിന് സൈന് മാറ്റിയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അഡ്ജോയിന്റ് കാണാന്ന് പറഞ്ഞത്. പിന്നെ ഇൻവേഴ്സ് ആണ് കാണുക. ഇൻവേഴ്സ് എന്ന് പറയുന്നത് A ഇൻവേഴ്സ് ഈക്വൽ ടു 1/ഡിറ്റർമിനന്റ് A അഡ്ജോയിന്റ് A എന്നുള്ള ഇക്വേഷൻ ആണ്. സിംഗുലർ മെട്രിക്സുകൾക്ക് മാത്രമാണ്, സിംഗുലർ മെട്രിക്സുകൾക്ക് എന്തുണ്ടാവില്ല, ഇൻവേഴ്സ് ഉണ്ടാവില്ല. നോൺ സിംഗുലർ മെട്രിക്സുകൾക്ക് മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതാണ് പറഞ്ഞത്. സൊല്യൂഷൻ എങ്ങനെ കാണാം, നമുക്ക് രണ്ട് ഇക്വേഷനെ തന്നിട്ടുള്ളൂ, എക്സും വൈയും മാത്രമേ ഉള്ളൂ വെച്ചെങ്കിൽ അതിന്റെ അർത്ഥം അത് 2x2 മെട്രിക്സ് ആണെന്നാണ്. അപ്പൊ ആദ്യം എക്സ് ഈക്വൽ ടു ബി എന്ന് എഴുതുക, ആ ഫോർമാറ്റിലാക്കി എഴുതുക. എക്സ് ഈക്വൽ ടു A ഇൻവേഴ്സ് ബിയിലെ A ഇൻവേഴ്സിന്റെ ഇക്വേഷൻ എഴുതുക. ഡിറ്റർമിനന്റ് A കാണുക, അഡ്ജോയിന്റ് A കാണുക, കോഫാക്ടർ കണ്ട്, മൈനർ കണ്ട്, കോഫാക്ടർ കണ്ട്, അഡ്ജോയിന്റ് കണ്ടിട്ട് ഇൻവേഴ്സ് കാണുക. എന്നിട്ട് അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സും വൈയും കിട്ടും. അതന്നെയാണ് മൂന്ന് ഇക്വേഷൻ വരുമ്പോൾ അത് 3x3 മെട്രിക്സ് ആയിരിക്കും. അവിടെ എക്സ് വൈ സെഡ് ഉണ്ടായിരിക്കും. എക്സിന്റെ വൈന്റെ സെഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഈ 3 ചാപ്റ്ററും കണക്റ്റഡ് ആണ്. മെട്രിക്സ്, ഡിറ്റർമിനൻസ്, അതേപോലെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ കണക്റ്റഡ് ആണ്. പഠിക്കുമ്പോൾ ഒന്നിച്ച് പഠിക്കുക. കുറച്ച് എന്താ പറയാ, ഇമ്പോർട്ടൻസ് വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്ററാണ്. ഈ ഒരു സൊല്യൂഷൻ ഒക്കെ സോൾവ് ചെയ്യുന്നത് കുറെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് ആക്കി കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ക്ലാസ്. അടുത്ത ക്ലാസ് ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.